പെണ്ണുങ്ങളെല്ലാം അടിമയാക്കി വെക്കുന്ന ഇന്ത്യയിലെ ഒരു നാട്. അവിടെയുള്ള ആണുങ്ങളെല്ലാം പെണ്ണുങ്ങളെ വെറുതെ ഉപയോഗിക്കുകയാണ് ചെയ്യാറ്. അവിടെ കല്യാണം കഴിഞ്ഞ ഹീറോയിൻ വേറൊരാളുമായിട്ട് പരിപാടിയും ചെയ്യും. അതോടൊപ്പം തന്നെ ചൈൽഡ് മാരേജും പല കാര്യങ്ങളും അവിടെ നടക്കാറുമുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് 2015 ഇറങ്ങിയ പാർച്ചട്ട് എന്ന മൂവിയെ പറ്റിയാണ്. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പം നമ്മളെ രാജസ്ഥാനിലെ ഒരു ഗ്രാമമാണ് കാണിക്കുന്നത്. അവിടെ ഹീറോയിനെയും അവളുടെ ഫ്രണ്ടായിട്ടുള്ള റാണിയെയും കാണിക്കും. രണ്ടുപേരും കൂടി വേറൊരു ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. അതായത് റാണിയുടെ മകനൊരു കല്യാണം ആലോചിക്കാൻ വേണ്ടി ഒരു പെണ്ണ് കാണാൻ വേണ്ടി. ഹീറോയിനെ പറ്റി പറയുവാണെങ്കിൽ അവളുടെ കല്യാണം കഴിഞ്ഞതാണ്, പക്ഷെ കുട്ടികളൊന്നുമില്ല. അവളുടെ ഭർത്താവാണെങ്കിലോ നല്ല വെള്ളമുടിയുമാണ്. ഹീറോയിന്റെ ഫ്രണ്ടായ റാണിയുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. അവൾക്കൊരു മകനാണുള്ളത്. ആ മകന് വേണ്ടിയാണ് ഇപ്പോൾ കല്യാണം ആലോചിക്കാൻ പോകുന്നത്. അങ്ങനെ ഹീറോയിനും റാണിയും ആ ഗ്രാമത്തിലെ എല്ലാവരും കൂടി പെണ്ണ് കാണാനായി പോകും. അവിടെ ചെന്ന് പെണ്ണിനെയും കാണും. അതൊരു ചെറിയ കുട്ടിയായിരുന്നു. കാരണം ഇവർ ചൈൽഡ് മാരേജ് ആയിരുന്നു നടത്തുന്നത്. റാണിക്ക് പെണ്ണിനെയൊക്കെ ഇഷ്ടപ്പെടും. ആ ടൈമിൽ കൂടെ ഉള്ള ഒരാൾ പെണ്ണിന് അമ്മയോട് ചോദിക്കും സ്ത്രീധനമായിട്ട് 4 ലക്ഷം രൂപ തരണമെന്ന്. ഇതിനവർ ഓക്കെയും പറയും. പക്ഷെ പെണ്ണിന് കല്യാണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എല്ലാവരുടെയും നിർബന്ധം മൂലമാണ് അവൾ കല്യാണം കഴിക്കുന്നത്. ആ ടൈമിൽ റാണിക്ക് അവളുടെ മകന്റെ കോള് വരും. അവൻ ചോദിക്കും പെണ്ണിനെ കണ്ടുവെന്ന്. റാണി കണ്ടെന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനും കല്യാണത്തിന് താല്പര്യമൊന്നുമില്ല. അവൻ്റെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കാനാണ് ഇഷ്ടം. അതാണ് അവൻ ചെയ്യുന്നതും. അതായത് റാണിയുടെ കാശെല്ലാം അടിച്ചു പൊളിച്ച് കളയുന്നതാണ് അവൻ്റെ മെയിൻ പരിപാടി. ഈ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ നാട്ടിലെ വേറെ കുറേ ഗാങ്ങിനെ കാണിക്കും. വേറെ കുറേ പയ്യന്മാർ. ഇവന്മാർ അവിടെ വന്നിറങ്ങുന്നത് പെണ്ണിൻ്റെ പുറകെ ശല്യപ്പെടുത്തി പോകും. ആ ടൈമിൽ അവളുടെ ഭർത്താവിനെ കാണുമ്പോൾ ഇവന്മാർ പേടിക്കുകയും ചെയ്യും. പിന്നീട് റാണിയും ഹീറോയിനെ കാണിക്കും. റാണിക്ക് വീണ്ടും ഒരു കോള് വരും. അവൻ പറയും ഞാൻ ഷാറൂഖ് ഖാനാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഇത് കേൾക്കുമ്പോൾ റാണിക്ക് ചെറിയൊരു നാണമൊക്കെ വരും. അങ്ങനെ റാണി ഈ കാര്യം ഹീറോയിനോട് പറയും. ഇത് കേട്ട ഹീറോയിൻ അവളെ കളിയാക്കുകയും ചെയ്യും. അങ്ങനെ രണ്ടുപേരും അവരുടെ നാട്ടിലേക്ക് വരും. ആ ടൈമിൽ അവിടെ കുറച്ച് ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിലെ ഒരു പെണ്ണിനെ പുറത്തുള്ള ഒരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. പക്ഷെ അവൾക്കാണെങ്കിലോ അവിടെ നിൽക്കാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവളുടെ വീട്ടിലേക്ക് തന്നെ വരും. അങ്ങനെ ആ നാട്ടിലെ എല്ലാവരും കൂടി അവളോട് കെട്ടിയവൻ്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞ് ഉപദേശിക്കും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് വേറൊരാൾ വരുന്നത്. ഇവൻ്റെ പേരാണ് കൃഷ്ണ. ഇവനാണ് ഈ നാട്ടിൽ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവൻ. അതോടൊപ്പം തന്നെ ഇവൻ പെണ്ണുങ്ങളെയാണ് സപ്പോർട്ട് ചെയ്യാറും. അതുകൊണ്ട് തന്നെ ആർക്കും ഇവനെ ഇഷ്ടവുമല്ല. ഇവൻ എത്ര പറഞ്ഞിട്ടും അവിടുത്തെ മെയിൻ ആൾക്കാർ കേൾക്കത്തില്ല. അവർ ആ പെണ്ണിനോട് പറയും നീ കെട്ടിയവൻ്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ നിന്റെ അമ്മയടക്കം ഇവിടുന്ന് നാട് കടത്തുമെന്ന്. അങ്ങനെ ഒരു വഴിയുമില്ലാതെ അവൾക്ക് പോകേണ്ടി വരും. പോകാനായിട്ട് തുടങ്ങുന്ന ടൈമിൽ അവൾ അവളുടെ അമ്മയോട് പറയും എനിക്ക് അവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല, അവരെല്ലാവരും കൂടി എന്നെ പീഡിപ്പിക്കുകയാണെന്ന്. പക്ഷേ ഇതൊക്കെ കേട്ട അവളുടെ അമ്മയാണെങ്കിലോ മനസ്സ് കല്ലാക്കിയ ശേഷം അവളോട് അങ്ങോട്ടേക്ക് തന്നെ പോകാനായിട്ട് പറയും. ഇങ്ങനെയൊക്കെ നടക്കാൻ കാരണം ആ നാടിൻ്റെ നിയമമാണ്. അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം അടിമകളെ പോലെയാണ്. പിന്നീട് കൃഷ്ണയെ കാണിക്കും. ഇവൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നാട്ടിലെ പെണ്ണുങ്ങൾ തയ്ക്കുന്നതും അതുപോലുള്ള സാധനങ്ങളെല്ലാം പുറത്തു കൊണ്ടുപോയി വിൽക്കുന്നതാണ്. പെണ്ണുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം വേണം. അവരാരുടെയും അടിമയല്ലെന്നൊക്കെ ഓർക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കൃഷ്ണ. പിന്നീട് നമ്മളെ ഹീറോയിൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള ബിജ്ലി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ കാണിക്കും. ഇവളീ നാട്ടിലെ ഒരു വേശ്യയെ പോലാണ്. കാരണം ഇവള് ടെൻറ്റൊക്കെ കെട്ടി നൃത്തം ചെയ്യും. ഇത് കാണാൻ വേണ്ടി ആ നാട്ടിലെ എല്ലാ ആളുകളും വരും. അങ്ങനെ ഇവള് കുറേ കാശും ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവളൊരു വേശ്യയും കൂടിയാണ്. ഈ ടൈമിൽ റാണിയുടെ മകനെ കാണിക്കും. അവൻ്റെ കൂട്ടുകാർ അവനോട് ചോദിക്കും എന്തായാലും കല്യാണം ആകാൻ പോവല്ലേ, അതിനു മുമ്പ് നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ എന്ന്. ഇത് കേട്ട അവനാണെങ്കിലോ അവിടെ നിന്ന് നേരെ അവളുടെ അടുത്തേക്ക് പോകും. അന്ന് രാത്രി അവൻ ബിജിലിയുടെ കൂടെ കിടക്കുകയും ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ബിജിലിയോട് ഒരാൾ വന്ന് പറയും നിനക്കിന്ന് കസ്റ്റമർ ഉണ്ടെന്ന്. പക്ഷെ ബിജിലി ആണെങ്കിലോ ഇന്ന് പറ്റില്ല, ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ടെന്ന് പറയും. ഇത് കേട്ട പുള്ളിക്ക് നല്ല ദേഷ്യം വരും. കാരണം ബിജിലി ഇവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കച്ചവടവുമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ പുള്ളി അവളോട് നല്ലപോലെ ചൂടാകും. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഹീറോയിനും ബജിലിയും റാണിയും എല്ലാവരും കൂടി സംസാരിക്കും. ആ ടൈമിൽ ഹീറോയിൻ പറയും ഇവളുടെ മകൻ്റെ കല്യാണമാണ്, നീ വരുന്നില്ല എന്ന്. പക്ഷെ അത് റാണിക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. കാരണം ബജിലി എല്ലാവരും ഒരു വേശ്യയായിട്ടാണ് കാണുന്നത്. കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ അതൊരു നാണക്കേടാകുമല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങും. ആ ടൈമിൽ റാണിക്ക് ഒരു കോൾ വരും. വേറെ ആരുമല്ല, ആ ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞ് വിളിച്ചവനായിരുന്നു. അവൻ ഇവളോട് കുറച്ച് റൊമാൻറ്റിക് ഒക്കെ ആയിട്ട് സംസാരിക്കും. അതാണ് റാണിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും. കാരണം റാണിയുടെ കെട്ടിയും മരിച്ചിട്ട് കുറേ വർഷമായി. അതുകൊണ്ട് തന്നെ റാണി ഇവനുമായിട്ട് കമ്പനിയാകും. അങ്ങനെ റാണിയുടെ മകൻ്റെ കല്യാണം വരും. അങ്ങനെ റാണിയും ഫ്രണ്ടും കൂടി മരുമകളുടെ വീട്ടിലേക്ക് പോകും. അപ്പോഴോ മരുമകൾ മുടി വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട ഹീറോ ചോദിക്കും ഇതെന്ത് പറ്റിയതാണെന്ന്. ആ കുട്ടി പറയും അവൾക്ക് കല്യാണത്തിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. ഇതവൾ വീട്ടിൽ പറയുകയും ചെയ്തു. പക്ഷെ വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് അവൾ വെട്ടിക്കളഞ്ഞതാണെന്ന്. ഇത് കേട്ട റാണി ചോദിക്കും നീ ഇതെന്ത് പണിയായി കാണിച്ച്, എങ്കിൽ നിനക്കിത് അന്നേ പറഞ്ഞുകൂടായിരുന്നോ? എൻ്റെ മകനാണെങ്കിലോ ഈ കല്യാണത്തിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവനെ ഞാൻ എങ്ങനെയൊക്കെ നിർബന്ധിച്ചാണ് കല്യാണം കഴിപ്പിക്കുന്നത്.
ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ അവന് നല്ല ദേഷ്യം വരുമെന്ന് പറയും. അങ്ങനെ റാണിയും ഹീറോയിനും കൂടി എങ്ങനെയൊക്കെ ഇവളുടെ തലയിൽ തുണിയിട്ട് വണ്ടിയിൽ കയറ്റും. ആ ടൈമിലാണ് ഒരു പാവം വണ്ടിയിൽ താഴെ വീഴുന്നത്. ഇത് പിടിക്കാൻ ഇവള് പോകുമ്പോഴോ ഇവളുടെ തലയിലെ തുണിയും പോകും. ഇത് കണ്ട ആ പയ്യന് നല്ല ദേഷ്യവും വരും. അങ്ങനെ രാത്രിയാകുമ്പം ബജിലി റാണിയുടെ വീട്ടിലേക്ക് വരും. ഇത് കണ്ട അവിടെയുള്ള എല്ലാവർക്കും എന്തോ പോലെ തോന്നും. പക്ഷേ ബജിലി പറയും വേറൊന്നിനുമല്ല, കല്യാണം കഴിഞ്ഞ ആൾക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വന്നതാണെന്ന്. അങ്ങനെ അവർ ആദ്യ രാത്രി നടക്കും. ആ പയ്യനാണെങ്കിൽ ആ പെണ്ണിനെ പീഡിപ്പിക്കുകയും ചെയ്യും. കാരണം അവൻ്റെ അമ്മയോടുള്ള ദേഷ്യമെല്ലാം ആ പെണ്ണിൻ്റെ മേലെ തീർക്കും. അങ്ങനെ പിറ്റേ ദിവസം റാണി ബജിലിയുടെ വീട്ടിലേക്ക് പോകും അവളോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി. കാരണം ഇന്നലെ ബജിലി വന്നപ്പം എല്ലാവരും എന്തോ പോലെ നോക്കിയല്ലോ, അതുകൊണ്ട്. അങ്ങനെ പിറ്റേ ദിവസം റാണിയുടെ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് കണ്ട റാണി എങ്ങോട്ടാണെന്ന് ചോദിക്കും. പയ്യൻ പറയും ഇനി എങ്ങോട്ട് പോയാലെന്താ, എൻ്റെ ജീവിതം നിങ്ങളെ കല്യാണം കഴിപ്പിച്ച് നശിപ്പിച്ചില്ല എന്ന്. പിന്നീട് റാണിയുടെ മകനെ കാണിക്കും. അവൻ അവൻ്റെ കൂട്ടുകാരോട് പറയും എൻ്റെ നാട്ടിൽ പഠിച്ചൊരാളുണ്ട്, അവനാണ് ഇതിനെല്ലാം കാരണം, എൻ്റെ അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്തത് അവനാണെന്ന്. അതുകൊണ്ട് അവൻ്റെ വീട് നശിപ്പിക്കാമെന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടി ആ വീട്ടിലേക്ക് പോകും. ആ വീട്ടിലെ കുറേ സാധനങ്ങൾ അടിച്ചു തകർക്കും. ആ ടൈമിലാണ് അവൻ അങ്ങോട്ട് വരുന്നത്, അതായത് കൃഷ്ണ വരുന്നത്. ഇത് കണ്ട് ഇവന്മാരെല്ലാവരും അങ്ങോട്ട് നോടും. പിന്നീട് ഹീറോയിനെയും അവളുടെ കെട്ടിയവനെയും കാണിക്കും. പുള്ളി നല്ല കുടിയനായിരുന്നു. കുടിച്ചിട്ട് വന്ന് ഹീറോയിനെ എടുത്തിട്ടടിക്കും. എന്നിട്ട് അവിടുന്ന് പോവുകയും ചെയ്യും. ഹീറോയിൻ അങ്ങനെ അവളുടെ മുറിവുമായിട്ട് റാണിയുടെ അടുത്തേക്ക് പോകും. റാണി ആ ഭാഗത്ത് മരുന്ന് വെച്ച് കൊടുക്കുകയും ചെയ്യും. ഹീറോയിൻ എത്ര വിചാരിച്ചാലും അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ആ നാടിന്റെ നിയമം അങ്ങനെയായിരുന്നു. പിന്നീട് റാണിയും ഹീറോയിനും കൂടി കൃഷ്ണയുടെ അടുത്തേക്ക് പോകും. അവിടെയുള്ള സാധനങ്ങളെല്ലാം കണ്ട റാണി ചോദിക്കും എന്ത് പറ്റിയെന്ന്. കൃഷ്ണ പറയും എന്ത് പറ്റിയെന്നോ, നിങ്ങളുടെ മകനാണ് ഇതെല്ലാം കാണിച്ചതെന്ന്. ഇത് കേട്ട റാണിക്ക് വലിയൊരു അപമാനമായിരുന്നു. പിന്നീട് റാണി അവളുടെ മകൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും. അവൾ ചോദിക്കും അവൻ എവിടെ പോയി, 2-3 ദിവസമായി വീട്ടിലേക്ക് വന്നിട്ടെന്ന്. ഇത് കേട്ട അവന്മാർ പറയും അങ്ങനെയാണെങ്കിൽ അവൻ കുറച്ച് നാൾ മുമ്പ് ഒരാളുടെ അടുത്തൊന്ന് കടം വാങ്ങിയിട്ടുണ്ട്, അവൻ ഉറപ്പായിട്ടും അവിടെ കാണുമെന്ന്. ഇത് കേട്ട റാണി അങ്ങോട്ടേക്ക് പോകും. നോക്കുമ്പോഴോ അവനെ എല്ലാവരും കൂടി എടുത്തിട്ട് അടിക്കുമായിരുന്നു. ഒരാൾ പറയും ഇവൻ എൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ കടം മുഴുവൻ അടയ്ക്കണം, അങ്ങനെയാണെങ്കിൽ ഇവനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഇവൻ ഇവിടെ ഇടികൊണ്ട് ചാകുമെന്ന്. അങ്ങനെ റാണി അവിടുന്ന് വീട്ടിലേക്ക് പോയി ഉള്ള കാശ് മുഴുവൻ എങ്ങനെയൊക്കെ തപ്പിപ്പിറക്കി എടുക്കും. അതോടൊപ്പം തന്നെ ബാക്കി കാശ് കൃഷ്ണയോട് കയ്യെ കാലെ പിടിച്ച് എങ്ങനെയൊക്കെ ചോദിക്കുകയും ചെയ്യും. ഇവിടെ ഒരു വശത്താണെങ്കിലോ ഹീറോയിൻ്റെ അവളുടെ ഭർത്താവ് എടുത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ റാണി മകനെ വീട്ടിലേക്ക് കൊണ്ടുവരും. മകൻ പറയും അവളെ ആദ്യം ഇവിടെ ഇറക്കി അവളുടെ വീട്ടിലേക്ക് വിട, എന്നിട്ട് ആ കാശ് മുഴുവൻ വാങ്ങിച്ചു കൊണ്ടുവരാൻ. ഇവനും കാശായിരുന്നു ഏറ്റവും പ്രധാനം. ഇത് കേട്ട 3 പേരും അവിടെ വിഷമിച്ചിരിക്കും. ആ ടൈമിലാണ് ബജിലി ഒരു വണ്ടിയുമായിട്ട് വന്ന് 3 പേരെയും കൊണ്ടുപോകുന്നത്. അതായത് ഹീറോയിനെയും റാണിയെയും മരുമകളെ. അങ്ങനെ 3 പേരും ഒരിടത്തേക്ക് പോകും. മരുമകളോട് വണ്ടി തന്നെ ഇരുന്നോളാൻ ബജിലി പറയും. പിന്നീട് 3 പേര് മാറി നിന്ന് സംസാരിക്കും. ആ ടൈമിൽ ഹീറോയിൻ പറയും എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി, പക്ഷേ ഡോക്ടർമാരെല്ലാം പറഞ്ഞു പുള്ളിക്ക് കുട്ടികളെ ഉണ്ടാക്കാൻ കഴിവില്ലെന്ന്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇത് കേട്ട ബജിലി പറയും അങ്ങനെയാണെങ്കിൽ നീ വേറൊരാളെ കൊണ്ട് കുട്ടികളെ ഉണ്ടാക്കിക്കുക, എന്നിട്ട് നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഇത് കേട്ട റാണിയാണെങ്കിലോ ഇത് വലിയ തെറ്റാണെന്ന് പറയും. ബജിലി പറയും അങ്ങനെയൊന്നുമില്ല, ഇപ്പം ഇവൾക്കാണ് ഈ അവസ്ഥയെങ്കിലോ പുള്ളി പോയി വേറെ കല്യാണം കഴിക്കത്തില്ലായിരുന്നു എന്ന്. പക്ഷെ റാണി അത് തെറ്റാണെന്ന് തന്നെ എതിർക്കും. ബജിലി പറയും ഇപ്പം നിന്നെ തന്നെ നോക്കുക, മകനെ കൊണ്ട് താല്പര്യമില്ലാതെ കല്യാണം കഴിപ്പിച്ചില്ലേ, ഇപ്പം ആ മരുമകളുടെ അവസ്ഥ എന്താ, അവൾക്ക് ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അതോടൊപ്പം തന്നെ നിന്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളില്ലേ, അവനെ തന്നെ ഇവളെ കെട്ടിച്ചു കൊടുക്കുക, അങ്ങനെ ഇവരേലും ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ എന്ന്. ഇത് കേട്ട റാണിക്ക് ദേഷ്യം വന്നിട്ട് ബജിലി അവിടെ നിന്ന് അടിച്ചിട്ട് പോകും. അങ്ങനെ റാണിയും മരുമകളും കൂടി പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോഴോ മകൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ ചോദിക്കും നിങ്ങൾ എവിടെ പോയി കിടക്കുമായിരുന്നോ, ഞാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ലെന്ന്. ഇത് കേട്ട റാണിയാണെങ്കിലോ നീ എവിടെ പോയാലും ഞാൻ ചോദിക്കാറില്ലല്ലോ, പിന്നെ നീ ഇതെൻ്റെ അടുത്ത് ചോദിക്കണ്ടെന്ന് പറഞ്ഞാൽ അവനോട് ചൂടാകും. ഇത് കേട്ട് അവൻ നല്ലപോലെ ഷോക്കാവും. കാരണം അവൻ്റെ അമ്മ അവനോട് ഇതുവരെ എതിർത്ത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഹീറോയിൻ റാണിയുടെ അടുത്ത് വരും. എന്നിട്ട് പറയും ബിജിലി പറഞ്ഞ കാര്യം ഒന്ന് ട്രൈ ചെയ്താലോ എന്ന്. ഇത് കേട്ട റാണി ഒന്നും മിണ്ടാതെ നിൽക്കും. ഹീറോയിൻ പറയും അവൾ കാരണം എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണ്, അത് നല്ലതല്ലേ എന്ന്. ഇത് കേൾക്കുമ്പോൾ റാണിയും ഹീറോയിൻ്റെ കൂടെ പോകും. കൂടെ ബിജിലിയും കാണും. ആ ടൈമിലാണ് റാണിക്ക് ഒരു കോള് വരുന്നത്. മറ്റേ ഷാറൂഖ് ഖാനാന്ന് പറഞ്ഞവൻ. അവൻ പറയും എൻ്റെ പ്രായം 43 ഇപ്പോഴും ബാച്ചിലറാണ്, നിനക്ക് ഓക്കെയാണോ എന്ന്. ഇത് കേട്ട റാണിയാണെങ്കിലോ ഹാപ്പിയാകും, അവൾക്ക് ഓക്കെയുമായിരുന്നു. ഇവിടെ അകത്ത് ഹീറോയിൻ ആണെങ്കിലോ ബജിലി ഒരാളെ ഹീറോയിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ടെല്ലാം കാണിച്ചു കൊടുക്കും. അങ്ങനെ ഹീറോയിനും ആ പുള്ളിയും കൂടി പരിപാടി നടത്തും. അങ്ങനെ 3 പേരും ഹാപ്പിയായി അവിടുന്ന് പോകും. പിറ്റേ ദിവസം ഹീറോയിനും റാണിയും കൂടി ആ കൃഷ്ണയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പം കൃഷ്ണ പറയും നിങ്ങളുണ്ടാക്കിയ കാശ് വെച്ച് ഞാനിത് TV വാങ്ങിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇരുന്നത് കാണാമെന്ന്. അങ്ങനെ പണിയെല്ലാം കഴിഞ്ഞ റാണി വീട്ടിലേക്ക് പോകും. ആ ടൈമിലാണ് മരുമകളുടെ അടുത്ത് വേറൊരുത്തൻ മിണ്ടിക്കൊണ്ട് നിൽക്കുന്നത്. അവൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്യും.
ഇത് കണ്ട റാണിയാണെങ്കിലോ മരുമകളെ പിടിച്ചടിക്കും. അവൻ ആരാണെന്ന് ചോദിക്കും. അവൾ പറയും, അതാണ് ഞാൻ പ്രേമിച്ച പയ്യൻ, ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ, പക്ഷെ അവൻ്റെ അച്ഛൻ പണം ഒരുപാട് ചോദിച്ചു, എൻ്റെ അച്ഛനാണെങ്കിൽ അത് കൊടുക്കാനും പറ്റില്ലായിരുന്നോ, അതുകൊണ്ടാണ് നിങ്ങളുടെ മകനെ കെട്ടിച്ചു തന്നതെന്ന്. അതോടൊപ്പം തന്നെ ഇതൊക്കെ അവൾ മുമ്പ് പറയാത്തത് കൊണ്ട് റാണിയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. അങ്ങനെ രാത്രി റാണിയുടെ മകൻ വരുമ്പോഴോ വെറുതെ ആ പെണ്ണിനെ എടുത്തിട്ടടിക്കും. ഇത് കണ്ട റാണിയാണെങ്കിൽ അവനിട്ട് മുന്നു കൊടുക്കും. പിറ്റേ ദിവസം റാണിയാണെങ്കിലോ അവളുടെ മരുമകൾ പ്രേമിച്ചൊരു പയ്യനുണ്ടല്ലോ, ആ പയ്യൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഇവരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ ശേഷം കുറേ പണവും എടുത്തു കൊടുക്കും. അങ്ങനെ പുള്ളിക്കും കാര്യങ്ങളെല്ലാം ഓക്കെ ആകും. റാണി അവനെ ഉപദേശിക്കും, നിന്നെ വിശ്വസിച്ചാണ് ഇവളെ വിടുന്നത്, എൻ്റെ മകൻ കാണിച്ച പോലെ നീ അങ്ങ് കാണിച്ചാലുണ്ടല്ലോ നിന്നെ അടിച്ചു കൊല്ലുമെന്ന് അവൾ പറയും. അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇവിടെ റാണിയുടെ മകനാണെങ്കിലോ കൃഷ്ണയാണ് ഇതിനെല്ലാം കാരണം, എൻ്റെ അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ അവനാണ് കാരണം, അതുകൊണ്ട് അവനെ തീർക്കണമെന്ന് പറയും. ആ ടൈമിൽ തന്നെ കൃഷ്ണ അങ്ങോട്ടേക്ക് പോകും. ഇവനും ഇവൻ്റെ കൂട്ടുകാരുമാണെങ്കിലോ കൃഷ്ണയുടെ പുറകെ പോയി അവനെ അടിച്ചിടും. എന്നിട്ട് കത്തിയെടുത്ത് കുത്തുകയും ചെയ്യും. ഇവിടെ ഹീറോയിൻ ആണെങ്കിലോ 2-3 പ്രാവശ്യം ഛർദ്ദിക്കും. ഇത് കണ്ട് അവൾക്ക് പിടികിട്ടും പ്രഗ്നൻ്റ് ആണെന്ന്. ആ ടൈമിൽ അവളുടെ ഭർത്താവ് വരുമ്പം അവൾ ഈ കാര്യം പറയും. ഭർത്താവ് ഇവളെ അടിച്ചിട്ട് ചോദിക്കും, നീ ഏതവൻ്റെ കൂടെയാണ് പോയി കിടന്നതെന്ന്. ഹീറോയിൻ പറയും, ഇത് നമ്മുടെ കുട്ടി തന്നെയാണെന്ന്. ഇത് കേട്ട് അവൻ പറയും, എനിക്കറിയാം, എനിക്ക് കുട്ടികളെ ഉണ്ടാക്കാനുള്ള കഴിവില്ലെന്ന്. ആ ടൈമിൽ ഹീറോയിൻ പറയും, എങ്കിൽ ഗ്രാമത്തിലുള്ള ആളുകളോട് നിങ്ങൾ ഇത് വന്ന് പറയാൻ. ഇത് കണ്ടവന് ദേഷ്യം വന്നിട്ട് ഹീറോയിനെ അവിടെ അടിക്കാനായിട്ട് തുടങ്ങും. ആ ടൈമിൽ തന്നെ റാണിയും അകത്തേക്ക് കയറി വരും. ഹീറോയിൻ ഇവനെ തട്ടി മാറ്റുമ്പോഴോ ഇവൻ്റെ കയ്യിലുള്ള ബ്രാൻഡി കുപ്പിയുമായിട്ട് ഇവനെ അടുപ്പിൻ്റെ ചോട്ടിലേക്ക് വീഴും. അപ്പം തന്നെ അവിടെ മുഴുവൻ തീ പിടിക്കും. റാണി എങ്ങനെയൊക്കെയോ ഹീറോയിനെ അകത്ത് നിന്ന് രക്ഷിച്ചുകൊണ്ട് വരും. എന്നിട്ട് അവൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ബിറ്റിലിയോട് പറയാൻ വേണ്ടി പോകും. ഇത് കേട്ട ബിറ്റിലിയാണെങ്കിലോ ഇവരെ രണ്ടുപേരെയും രക്ഷിച്ച് മുംബൈയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ ഇവർ മുംബൈയിലേക്ക് പോകുമ്പം ഈ മൂവിയും അവിടെ തീരും.